നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവ തമ്മിലുള്ള മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റിരിക്കുകയാണ്. എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ ഇല്ലാത്തത് എത്രത്തോളം ടീമിന് പ്രശ്നമാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളി സച്ചിൻ സുരേഷിൻ്റെ ഇന്നത്തെ ഒരു എററാണ് ആദ്യ ഗോളിന് വകവെച്ചെങ്കിലും പിന്നീട് നമ്മൾ എത്ര തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടും ഗോളാകാനും സാധിച്ചില്ല. ആ ഒരു സില്ലി മിസ്റ്റേക്കിലൂടെ ടീമിന് വിലപ്പെട്ട 3 പോയിൻ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ ഇല്ലാത്തതും ഇന്നത്തെ ഗോളിന് മികച്ച ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മാത്രമല്ല, ഇപ്പോൾ സച്ചിന് 2 മത്സരം ഇതുപോലെ മിസ്റ്റേക്ക് വരുത്തി ഗോൾ വഴങ്ങി. അതുപോലെ തന്നെ സോംകുമാറും ഒരു മിസ്റ്റേക്ക് വരുത്തി KBFCയുടെ ഒത്തിരി പോയിൻറ്റ്സ് ഈ 9 കളിയിൽ ഈ 3 മാച്ചിലും വന്ന മിസ്റ്റേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒത്തിരി പോയിൻ്റാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറെ എത്തിക്കാത്ത മാനേജ്മെൻറ്റും അതിന് ഉത്തരവാദികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റു ടീമുകളുടെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ അവരുടെ മികച്ച പെർഫോമൻസും ഇതുപോലുള്ള മിസ്റ്റേക്കുകളൊന്നും വരുത്തുന്നില്ല. അത് അബദ്ധത്തിൽ 1-2 മിസ്റ്റേക്ക് മാനുഷികമായി വരുന്നത് പോലും അവരുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ 9 മത്സരങ്ങളിൽ നിന്നും ഈ 3 മത്സരങ്ങൾ ഗോൾ കീപ്പർ എററിലൂടെ പോയിൻ്റ് നഷ്ടപ്പെടാനും ടീം തോൽവിക്കും കാരണമാകുക എന്നത് മാനേജ്മെൻറ്റിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറെ എത്തിക്കാൻ സാധിക്കാത്തതിനുള്ള ഒരു ടീമിന് വന്ന ഈ അവസ്ഥയിൽ അവർക്ക് കൂടിയുള്ള ക്രെഡിറ്റാണ്. മാനേജ്മെൻറ്റ് ഇന്ത്യൻ ക്വാളിറ്റി പ്ലെയേഴ്സിനെ കരസ്ഥമാക്കാൻ കഴിയാത്തതും ഉള്ള പ്ലെയേഴ്സിനെ തന്നെ വിൽക്കുന്നതും നല്ല മാർക്കറ്റ് വാല്യൂ കിട്ടുമ്പോൾ വിൽക്കുന്നതും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇത്രയും വർഷങ്ങളായിട്ട് നല്ലൊരു ക്വാളിറ്റി ഇന്ത്യൻ പ്ലെയേഴ്സ് ഇല്ലാത്തതും ഉള്ള പ്ലെയേഴ്സിനെ വിറ്റ് തുലച്ചതിലൂടെയും ടീമിൻ്റെ ഈ അവസ്ഥയ്ക്ക് അവർ കൂടിയാണ് കാരണമായത്. സ്പോർട്ടിംഗ് ഡയറക്ടർ ജോയിൻ ചെയ്തതും ഇന്ത്യൻ പ്ലേയേഴ്സിന് എന്തിനാണ് ഇത്രയും സാലറി കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ ഒരു പ്രശ്നം സന്ദേശ് സിംഗൻ അന്ന് ഇന്ത്യൻ പ്ലേയേഴ്സിൽ കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങിയിരുന്ന സന്ദേശ് സിംഗിനെ ആദ്യം പുറത്താക്കുകയായിരുന്നു. ആ സന്ദേശ് സിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ തീരെ താല്പര്യമില്ലാതെ ഇവിടെ തന്നെ കളിക്കാൻ വർഷങ്ങളായി കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് KBFCക്ക് അത്രത്തോളം ഇഷ്ടമാണ്, ഫാൻസിനും അദ്ദേഹത്തെ ഇഷ്ടമാണ്. സാലറി കൊടുക്കാൻ പറ്റില്ല, ഒരു ഇന്ത്യൻ പ്ലെയേഴ്സിന് ഇത്ര സാലറി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സന്ദേശ് സിംഗിനെ ഒഴിവാക്കിയതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷം നമ്മൾ എടുത്തു നോക്കിയാൽ അതിന് മുമ്പുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് അല്ല ഇത്രയും വർഷങ്ങളായിട്ട് ഉള്ളത്. എത്ര തന്നെ ഒരു ക്വാളിറ്റി ഫോറിൻ ഡിഫൻസ് ഉണ്ടെങ്കിലും അവർക്ക് സപ്പോർട്ടീവായി ഒരു നല്ലൊരു ഇന്ത്യൻ ക്വാളിറ്റി ഡിഫൻഡർ ഉള്ളത് ടീമിന് എത്ര തന്നെ സഹായിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സന്ദേശ് സിംഗൻ. അതിലൂടെ ഇന്ന് സന്ദേശ് സിംഗൻ്റെ ഗോവയിലൂടെ പെർഫോമൻസ് എന്തായാലും സ്പോർട്ടിംഗ് ഡയറക്ടർ കണ്ടിരിക്കും. അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും അതിൻ്റെ കാര്യം മനസ്സിലായിട്ടും ഉണ്ടാകും. അതിനുശേഷം ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ജീക്സനെ നല്ല മാർക്കറ്റ് വാല്യൂ കിട്ടിയപ്പോൾ ജീക്സനെയും വിട്ടുകളഞ്ഞു. അതിലൂടെ നല്ലൊരു ക്വാളിറ്റി ഡിഫൻസീവ് മിഡ്ഫീൽഡറെയാണ് നഷ്ടപ്പെടുത്തിയത്. ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ എത്തിക്കാനും സാധിച്ചില്ല. ഉള്ള ക്വാളിറ്റി പ്ലെയറെ വിട്ടുകളയുകയും ചെയ്തതിലൂടെ ഡിഫൻസിലെ നല്ലൊരു വിടവും വന്നു. അതുപോരാത്തത് എക്സ്പീരിയൻസ് ഗോൾ കീപ്പറുടെ അഭാവവും എക്സ്പീരിയൻസ് സെൻട്രൽ മിഡിൻ്റെയും അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ സീസണിൽ നല്ലോണം പ്രശ്നങ്ങളാക്കിയിട്ടുണ്ട് എന്നത് നമുക്ക് ഇത്രയും മത്സരങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ നല്ല വാല്യൂ കിട്ടുമ്പോൾ പ്ലെയേഴ്സിനെ വിട്ടുകളഞ്ഞതിലൂടെ KBFC എന്ത് നേട്ടമാണ് നേടിയത്? മാർക്കറ്റ് വാല്യൂ 55 കോടിയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ടീമിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇത്ര പോലും ഇല്ലാത്ത മറ്റ് ടീമുകളുടെ ക്വാളിറ്റി എല്ലാ മേഖലയിലും അവർ കൃത്യമായ ക്വാളിറ്റി ഇന്ത്യൻ പ്ലെയേഴ്സിനെ പരമാവധി എത്തിക്കാനും ഉള്ള അവരുടെ ഒരു ഇതുപോലും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. അത് ക്വാളിറ്റി ഇന്ത്യൻ പ്ലെയേഴ്സിനെ സമ്മിശ്രമായി കറക്റ്റായി ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ടീം ഇപ്പോൾ പഞ്ചാബ് FCയെ നമുക്ക് ഉദാഹരണമായി എടുക്കുക. ഒരു 30 കോടിക്ക് താഴെയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളതെങ്കിലും അവർ എത്രമാത്രം കറക്റ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. KBFCക്ക് ഫണ്ട് മാനേജ്മെൻറ്റ് നോക്കി, എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫണ്ട് ഇറക്കിയിട്ടുമുണ്ട്. പക്ഷേ കാര്യമായ ക്വാളിറ്റി ഇന്ത്യൻ പ്ലെയേഴ്സിനെ നിലവിൽ ഇല്ലാത്തതും പ്രശ്നമായി. ആകെ ഒരു ഗോൾ മാത്രമാണ് ഇന്ത്യൻ പ്ലേയേഴ്സ് ഈ സീസണിൽ അടിച്ചത്. മറ്റു ടീമുകളിൽ അങ്ങനെയല്ല, ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്കത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. എന്തായാലും സ്പോർട്ടിംഗ് ഡയറക്ടർ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഭാവിയിലും ടീമിന് ഇത്തരം തിരിച്ചടികൾ നേരിടേണ്ടി വരും. കൂടാതെ നമ്മൾ വിട്ടുകളഞ്ഞ സഹൽ, മഹേഷ്, ജിതിൻ ഇവരൊക്കെ
ഇപ്പോൾ ഏത് ലെവലിലാണ് മറ്റു ടീമുകൾ കളിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് വെറുതെ അവരെ വിട്ടുകളഞ്ഞതിലൂടെ എത്രമാത്രം തിരിച്ചടിയാണ്. ടീമിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്നെങ്കിൽ ഏത് തരത്തിലായിരിക്കും KBFCയുടെ ഇന്നത്തെ ടീമിൻ്റെ നിലവാരം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ജിതിനൊക്കെ ഫോറിൻ ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റിയിലാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഈ ബിസിനസ് നയം മാറ്റിയില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഇങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കാം. കപ്പ് മറ്റു ടീമുകൾ എടുക്കുന്നത് ഫാൻസിനും നോക്കി ഇരിക്കേണ്ടി വരും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇനിയെങ്കിലും ഒരു മാറ്റം വരട്ടെ. എന്തായാലും ഈ തോൽവിയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർക്കും മാനേജ്മെൻറ്റിനും സമർപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.